ശരിക്കും ഇൻസ്റ്റാഗ്രാമിന്റെയും ഫേസ്ബുക്കിന്റെ ഒക്കെ സ്വന്തം എ ഐ ഏതാണ്? മെറ്റ എ ഐ ആണല്ലേ നമ്മൾ വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണാറുണ്ട്. പക്ഷെ ഇനി തൊട്ട് മാനസ് എ ഐ എന്ന് പറഞ്ഞ ഒരു എ ഐ നിങ്ങൾ കാണുന്നുണ്ടോ? പ്രത്യേകിച്ച് ഇപ്പൊ ആഡ്സ് ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് ആഡ്സ് മാനേജർ അക്കൗണ്ടിലൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. മാനസ് എ ഐ എന്ന് പറയുന്നത് 2025 ഡിസംബറിൽ മെറ്റ ഏകദേശം $2 ബില്യൺ കൊടുത്തിട്ട് അക്വയർ ചെയ്തിട്ടുള്ള ഒരു എ ഐ ടൂളാണ്. അപ്പൊ ഇനി മെറ്റയുടെ സ്വന്തം എ ഐയും ഈ മാനസ് എ ഐ തമ്മിലുള്ള മാറ്റം എന്തായിരിക്കും ഉണ്ടാവുക? മെറ്റ എ ഐ ഒരു ബേസിക് യൂസിന് വേണ്ടി മാത്രമുള്ള സാധനമാണ്. പക്ഷെ ഈ മാനസ് എ ഐ എന്ന് പറയുന്നത് ഒരു എജന്റിക് എ ഐ ആണ്. എന്താണ് എജന്റിക് എ ഐ എന്നുള്ളത് ഒരുവിധ ആളുകൾക്കൊക്കെ അറിയുന്നുണ്ടാവും. എ ഐ നമുക്ക് വേണ്ടി പണിയെടുക്കും. ഇപ്പൊ നമ്മൾ എ ഐനോട് ചോദിക്കുന്ന കാര്യങ്ങൾക്ക് മറുപടി തരുക മാത്രമല്ലേ ചെയ്യുന്നത്. ഞാൻ മറുപടി തരാതെ നമുക്കിപ്പോ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ട്രിപ്പ് പ്ലാൻ ചെയ്ത് അതിനാവശ്യമുള്ള ടിക്കറ്റ്സ് ഒക്കെ ബുക്ക് ചെയ്ത് തരൽ വരെ എ ഐ ചെയ്യും. അപ്പൊ ആ രൂപത്തിലുള്ള ഒരു എജന്റിക് എ ഐ ആണ് മാനസ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ നമുക്ക് ഏകദേശം ഒരു 300 ക്രെഡിറ്റോളം നമുക്ക് ഫ്രീ പ്ലാനിൽ തന്നെ അവൈലബിൾ ആണ്. അപ്പൊ അവർ സ്പെസിഫിക്കലി മെറ്റ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ഒരു കണ്ടന്റ് പ്ലാൻ ചെയ്യാം, നമുക്ക് നമ്മളെ ബിസിനസ്സുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ക്രിയേറ്റേഴ്സിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഹെൽപ്പ് ചെയ്യും, നമ്മുടെ കോമ്പറ്റീറ്റർ അനാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇങ്ങനെ തുടങ്ങിയുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ എ ഐ ഫിറ്റ് ആണെന്നുള്ളതാണ് അവർ പറയുന്നത്. അപ്പോൾ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തു.